വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നിലം പൊത്തിയതിൽ വിജിലൻസ് പരിശോധന നടന്നു. മേൽക്കൂരയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് നിലം പൊത്തുവാൻ കാരണമെന്ന് വിജിലൻസ് വിഭാഗം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 2015 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും വിജയിച്ച വിജയകുമാരി ഉദയസൂര്യന്റെ ടേണിലായിരുന്നു തോട്ടം കാർഷിക മേഖലയായ മ്ലാമല പൂണ്ടിക്കുളത്ത് യുവതലമുറയുടെ കായിക ഉന്നമനത്തിനായി ഒരു ഷട്ടിൽ കോർട്ട് ഇൻഡോർ സ്റ്റേഡിയം എന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചത്. ഇതിൻ പ്രകാരം ഇൻഡോർ സ്റ്റേഡിയത്തിനായി ജില്ലാ പഞ്ചായത്ത് അംഗം 10 ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഇത് ഇവരുടെ കാലാവധിയുടെ അവസാന കാലഘട്ടത്തിലായിരുന്നു നടന്നത്. ഇതിനുശേഷം അടുത്ത ജില്ലാ പഞ്ചായത്ത് അംഗമായി SP രാജേന്ദ്രനെ തെരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ നിർമ്മാണ പുരോഗതിക്കായി 10 ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ഇതിന്റെ എസ്റ്റിമേറ്റ് നടപടി പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം ജൂലൈ 27-ന് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നിലം പൊത്തുകയായിരുന്നു. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് തകർച്ചയുടെ കാരണം അന്വേഷിക്കുവാൻ വിജിലൻസ് പരിശോധന നടത്തിയത്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ഉറപ്പിക്കുന്നതിനാവശ്യമായ ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും നിർമ്മാണത്തിലെ വ്യാപക ക്രമക്കേടുകൾ നടന്നതിലാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നിലം പൊത്തുവാൻ കാരണമായത് എന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഒരു യുവതലമുറയുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയിലെ അഴിമതിക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.